അമ്മയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു പൂ അല്ലെ? ശംഖുപുഷ്പം. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വേലിയിലും പറമ്പിലും ഇഷ്ടം പോലെ പടർന്നു നിൽക്കുന്ന ഒരു ചെടിയും അതിന്റെ പുഷ്പമാണിത്. ഇതിനാദ്യം നമുക്ക് വേണ്ട ഒന്നുമില്ല. നമുക്ക് എപ്പോഴാണോ ചായ ഉണ്ടാക്കേണ്ടത് അതിന് വെള്ളം. ഞാനിവിടെ 125 രൂപയാണ് എടുക്കുന്നത്. നമ്മൾ വെള്ളം വരും. വെള്ളം ഒന്ന് തിളച്ചിട്ട് അതുവരെ നമുക്കിവിടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം. രണ്ട് രീതിയിലുള്ള ശംഖുപുഷ്പമാണുള്ളത്. നീലയുണ്ട്, വെള്ളയുണ്ട്. ഔഷധ ഗുണം വെളുത്തയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കമ്പനിയിലുള്ള മാജിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ്. അതൊരു ടീ ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ പറയാൻ പോകുന്നത് നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ഗുണത്തിനെ കുറിച്ചാണ്. ഏകദേശം 25 അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രതിവിധികൾ, അതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ഒരു ഏറ്റവും നല്ലൊരു അഡ്വൈസ്. തുടങ്ങി തുടങ്ങിയാലേ അപ്പൊ ബ്രെയിൻ ഹെൽത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം. അതുകൊണ്ട് തന്നെ മെമ്മറി ഹെൽത്ത് കൂടുകയും പ്രായാധിക്യം കൊണ്ടുണ്ടാവുന്ന ഓർമ്മക്കുറവുകൾ ഒന്നും വന്നിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ക്യാൻസറിനെ സംബന്ധിച്ച് ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസർ കോശങ്ങളിലേക്ക് നമ്മുടെ ഇതിന്റെ ഒരു ആന്റി ഓക്സിഡന്റ് ഗുണം ഒത്തിരി ഉണ്ട്. ഇത് കടന്നു ചെന്ന് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ സ്ലോ ഡൗൺ ആക്കും. പ്രത്യേകിച്ച് ന്യൂമറിന്റെ കോശങ്ങളെ വളരെയധികം സ്ലോ ഡൗൺ ആക്കുന്നു എന്നാണ് മറ്റൊരു ഗുണം. അകാല നര അതിനെ വളരെ നന്നായിട്ട് തടയുന്നു. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു. ഞാൻ എന്ത് ചെയ്തു? അതിലേക്ക് 1, 2, 3, 4 പൂവ് ഇനി ഞാൻ അടച്ചു വെച്ചു. ഓക്കെ, ഈ ഒരു അല്പം നമുക്ക് കുറയ്ക്കാം. കറക്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അത് സംഭവിക്കുന്ന ആക്ടിവിറ്റി ഞാൻ കാണിച്ചു. 1 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ഈ ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചാൽ നമ്മുടെ ഈ മാജിക് ഡ്രിങ്ക് അല്ലെങ്കിൽ ബ്ലൂ ടീ റെഡി ആയി കഴിഞ്ഞു. അകാല നരയെ തടയുന്നു. എണ്ണ കാച്ചി നമ്മൾ സ്ഥിരം ഉപയോഗിക്കുക. മുടിയുടെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നു. മുടി കൊഴിച്ച് തടയുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? തലവേദനയ്ക്ക് നല്ല എത്ര ശക്തമായ തലവേദന വന്നാലും ഇതിന്റെ ഇല, ശംഖുപുഷ്പത്തിന്റെ ഇല 2 എടുക്കുന്നതായിട്ട് ചവച്ചരിച്ച് കഴിച്ചാൽ അത്യുത്തമം. അതും അല്ലെങ്കിൽ ചെടിയും പൂ എല്ലാം കൂടെ ആവി പിടിച്ചാലും തലവേദനയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും. ഒരു മിനിറ്റായി ഓർത്തിരും. ഇനി അടുത്തത് നമ്മുടെ സ്കിന്ന് പറയാല്ലേ. എല്ലാവർക്കും ആന്റി ഓക്സിഡൻസ് വളരെയധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡാമേജ് സ്കിന്നിന്റെ സെല്ലുകള് അതിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. സ്കിന്നെ വളരെയധികം ഗ്ലോ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ സ്കിൻ എല്ലാവർക്കും നല്ല മിന്നിക്കിറങ്ങിയിരിക്കണല്ലോ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതിനും പരിഹാരം നമ്മുടെ ശംഖുപുഷ്പം നൽകും. പിന്നെ കുറച്ചുകൂടെ താഴത്തേക്ക് വന്നാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല അസുഖവും കുറയ്ക്കാൻ സഹായിക്കുന്നു. വയറിലെ പേശികളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ട് നമ്മുടെ ദഹനം സുഗമമാവുകയും മോശൻ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെ വയറിൽ നിന്ന് പോകാനും അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേഷൻ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനും വളരെയധികം സഹായിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ താഴത്തേക്ക് വന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ന്യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ, ന്യൂട്രസ് വരുന്ന ഗർഭാശയത്തിൽ നിന്ന് വരുന്ന ബ്ലീഡിങ്ങിന്റെ അമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. സ്വാഭാവികമായിട്ട് ന്യൂട്രസിനെ സംബന്ധിക്കുന്ന വളരെയധികം ഗുണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുള്ളവരും സ്ഥിരമായി ഇത് ഉപയോഗിച്ചാൽ വളരെ ഉത്തമം എന്ന് കൃത്യമായിട്ട് പറയുന്നത്. കാരണം ഹോർമോൺ ഇംബാലൻസിനെ സഹായിക്കുന്ന ഒരു ഘടകം ഇതിലുണ്ട്. ഉറക്കക്കുറവിനെ വളരെയധികം ശരിയാക്കുന്നു. ഇതൊന്നും കൂടാതെ ആന്റി ഡിപ്രഷനുള്ള ഒരു മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആന്റി ഡിപ്രഷൻ മദ്യപാനം കൊണ്ടൊക്കെ നമ്മൾ വളരെയധികം മയക്കുമരുന്ന് കൊണ്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള രോഗികളിൽ ഇത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്തൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഈ മാൻമിൽ അല്ലെ കണ്ണിന് നേത്ര സംബന്ധമായിട്ട് ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ചെങ്കണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉപകാരമുള്ള ഒരു സംഭവമാണ് ഇത്. ഹൈപ്പർ ടെൻഷൻ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് തന്നെയാണ്. ഒരു സപ്പോർട്ടിങ് മെഡിസിൻ ആണ് കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മുടെ സമയമായി നമുക്ക് ഇതിലൊന്ന് നോക്കാം അല്ലെ. ഞാനിത് തുറക്കുകയാണ്. നാച്ചുറൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് കളറാണ് ഇത്. നിങ്ങളിപ്പോ ഈ ഒരു കളർ കണ്ടു അല്ലെ? വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ബ്ലൂ കളർ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ? ഒരു ടീ ശരിയായിട്ടോ.
അതേ അളവിൽ വീണ്ടും ഞാൻ വെള്ളം വെച്ചു. 2 ടൈപ്പിൽ ടീ ഉണ്ടാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് വെച്ചത്. തടി കുറയ്ക്കാനും നമ്മുടെ ഈ ശംഖുപുഷ്പം വളരെയധികം സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് സ്വാഭാവികമായിട്ടും വളരെയധികം ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ഏകദേശം ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതെല്ലാം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകാല വാർദ്ധക്യം തടയാനുള്ള ഏറ്റവും നല്ല ഗുണമാണ് ഇത്. എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. അപ്പൊ ഇതെങ്ങനെ നമുക്ക് നടാമെന്ന് പറയാം. സാധാരണ നാട്ടുപുറത്തിലൊക്കെ വേലികളിൽ നമുക്ക് നടാം. അല്ലാതെ വെള്ളം തിളച്ചു കഴിഞ്ഞു എടുത്തു. നമുക്ക് നേരത്തെ 4 എണ്ണ ഇട്ടത് 5 വെച്ചേക്കാം അല്ലെ. കൂടിയത് കൊണ്ട് 3 എണ്ണം മുതൽ 4 വരെ ഇട്ടാൽ മതി. 5 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേലിയിൽ നടാം, നമുക്ക് ചട്ടിയിൽ നടാം, നമ്മുടെ ടൗണിലുള്ളവർക്ക് ബാൽക്കണിയിൽ നടാം, ചാക്കിൽ മണ്ണ് നിറച്ച് എങ്ങനെ വേണമെങ്കിൽ നടാം. അതായത് കറുത്ത നമ്മുടെ പയറുമണി പോലത്തെ കിട്ടാൻ നമുക്ക് കിട്ടുക. നട്ട് കഴിഞ്ഞ് ആരോഗ്യമുള്ള ചെടി 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അത് കായുള്ളൂ. ഓക്കെ, പിന്നെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം 1.5 വർഷമാകുമ്പോൾ നമുക്ക് ഇതിന്റെ വേര് ഉപയോഗിക്കാം. വേര് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു സംഭവമാണ്. ഈ വേര് പച്ചയായിട്ട് പറിച്ച് ഒരു 3 ഗ്രാം നന്നായിട്ട് അരച്ച് രാവിലെ വെറും വയറ്റിൽ നെയ്യോ വെണ്ണയോ കൂട്ടി സേവിക്കും. അത് വളരെയധികം ഗുണം ചെയ്യും. കാരണം ഇത്രമാത്രം ഗുണമുള്ള ഒരു ചെടിയാണല്ലേ. വേര്, അതിന്റെ ഇല, പൂവ്, പിന്നെ നമുക്ക് കായ കൊണ്ട് വിത്ത്, ഏകദേശം എന്താ പറയാ സമൂലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പൂ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കഷായം വെച്ച് നമുക്ക് തിരിക്കാം. ഒരു കാര്യം പിന്നെ വിട്ടുപോയി, ഈ പൂ കൊണ്ട് കഷായം വെച്ച് ആ കഷായം കൊണ്ട് മുറിവ് കഴുകിയാൽ പെട്ടെന്ന് ഇത് അരിച്ച് വെക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നോക്കിക്കേ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മള് ഓരോ ഭക്ഷണത്തിന് ഇപ്പൊ ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ഈ ഒരു കളർ, ഇത് പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ല കേട്ടോ. ചിലർക്ക് ഇത് കൂടുതൽ കടുപ്പുള്ളതാവുമ്പോ നോർമലി ന്യൂട്രലാണ്. ചിലപ്പോൾ കൂടുതൽ ഇരിക്കുന്നത് ചെറിയ ഉരുളക്കിഴങ്ങിന്റെ ഒരു ലൈഫ് രുചി വരും. ഒരിക്കലും ഒരു അരുചിയല്ല, ന്യൂട്രൽ ആയിട്ടാണ്. പക്ഷെ ഇതിന്റെ കളർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ശരിക്കും സൂര്യപ്രകാശത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഫുഡ് കളറായിട്ട് നമുക്ക് കേക്കിൽ ഉപയോഗിക്കാം, പുഡിങ്ങിൽ ഉപയോഗിക്കാം, ഐസ്ക്രീമിൽ ഉപയോഗിക്കാം. ഇതുപോലെ ലിക്വിഡ് ആക്കിയതിനു ശേഷം നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ കിട്ടും. രണ്ടാമത് എന്തിനാണ് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു അല്ലേ. ഇതിന് നാരങ്ങ നീര് ഇപ്പം 1 ടീസ്പൂൺ ഒഴിച്ചാൽ കളർ ആകെ മാറും. അപ്പൊ എന്താണ്, ചെറിയൊരു പുളി വേണമെന്നുള്ളവർക്ക് നാരങ്ങ നീര് ഒഴിക്കാം. നാരങ്ങ നീരിന്റെ അളവ് കൂടുന്നതനുസരിച്ച് കളർ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയാണ് ഏകദേശം നമ്മുടെ ബ്ലൂ ടീ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമാണ് കാണിച്ചെങ്കിലും പറഞ്ഞത് മൊത്തം അതിന്റെ ഗുണങ്ങളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള നാട്ടറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ചും നാട്ടിൻപുറത്ത് നമ്മുടെ ഏകദേശം അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ചെടിയിൽ നിന്ന് ഇഷ്ടം പോലെ പൂവും കായും നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് അറിയാം. ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീര് ഒഴിക്കുകയാണ്. ശരിക്കും മാജിക് എന്നൊക്കെ പറയാൻ കളറ് ഇപ്പൊ തന്നെ കണ്ടോ ഇപ്പൊ തന്നെ കളറ് ഇത്രയും വ്യത്യാസമായി. ഇനി ഇത് ഒഴിക്കുന്നതനുസരിച്ച് കളറ് കൂടി വരും. ഇത്ര മതി, നമുക്ക് കുടിക്കാൻ അത്രയല്ലേ കൂടി ആവശ്യമുള്ളൂ അല്ലെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അത്ഭുതമുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് രാസപ്രവർത്തനം നടന്ന പോലെ നടന്നത് അല്ലെ. നീ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, തേൻ ഒഴിച്ചാൽ പിന്നെയും കളർ മാറും. അപ്പൊ എല്ലാവർക്കും എന്താണ് ഈ ശംഖുപുഷ്പത്തിന്റെ ഗുണങ്ങൾ മനസ്സിലായി. എനിക്കറിയാം ഒരു 50% ആളുകളുടെ കയ്യിൽ പോലും ഇത് ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഗുണം മനസ്സിലാക്കുക. തൈ ആയിട്ടാണെങ്കിലും വിത്തായിട്ടാണെങ്കിലും ഒരു ചെറിയൊരു മണി കൊണ്ട് നട്ടാൽ ഭാവിയിലേക്ക് നമ്മുടെ ആരോഗ്യത്തിലേക്കുള്ള ഒരു കരുതലാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തോ ഉടായ്പ കാണിക്കാൻ സംശയിക്കുമ്പോ ഒരിക്കലും അടി മുതൽ മുടി വരെയുള്ള ഏകദേശം ദഹനത്തിന്റെ ആ പ്രോസസ് സംഭവമാണ്. ഗുണമാണ് ഒന്ന്, ഇതിന് കളർ വളരെ